ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് വേണ്ടി FC ബാഴ്സലോണ നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ജർമ്മൻ ക്ലബ്ബായ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആണ്. നാളെ അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 FC ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈയൊരു മത്സരം നടക്കുക. ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച ഒരു വിജയം നേടിക്കൊണ്ട് സെമിയുടെ തൊട്ടരികിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ബാഴ്സ ഈ മത്സരത്തിൽ ഇറങ്ങുക. കഴിഞ്ഞ ലാലിഗ മത്സരത്തിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ ബാഴ്സയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല. മാത്രമല്ല മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്തിരുന്നു. റാഫീഞ്ഞ ഒരൽപ്പം മോശമായിക്കൊണ്ടാണ് പലരോടും പെരുമാറിയത്. ഏതായാലും റാഫീഞ്ഞയെ പുറത്തിരുത്തിയത് അദ്ദേഹത്തിന് വിശ്രമം നൽകാൻ വേണ്ടിയാണ് എന്ന കാര്യം ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നാളത്തെ മത്സരത്തിന് റാഫീഞ്ഞ തയ്യാറായി കഴിഞ്ഞു എന്ന കാര്യവും ഫ്ലിക്ക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാഴ്സ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഞങ്ങൾ റാഫീഞ്ഞയെ പുറത്തിരുത്തിയത് അദ്ദേഹത്തിന് വിശ്രമം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ അദ്ദേഹം പെർഫെക്റ്റ് ആയിക്കൊണ്ട് തന്നെ ട്രെയിനിങ് നടത്തുന്നുണ്ട്. മുമ്പത്തെ പോലെ തന്നെയാണ് കാര്യങ്ങൾ. റാഫീഞ്ഞ വളരെ ആക്റ്റീവാണ്, ഡൈനാമിക് ആണ്. അദ്ദേഹം നാളത്തെ മത്സരത്തിന് റെഡിയാണ്. ഇതാണ് ബാഴ്സയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ബൊറൂസിയക്കെതിരെയുള്ള സ്റ്റാർട്ടിംഗ് 11-ൽ റാഫീഞ്ഞ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സീസണിലുടനീളം മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് റാഫീഞ്ഞ. പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിൽ ഗംഭീര പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ ഇപ്പോഴും അദ്ദേഹത്തിൽ ബാഴ്സ ആരാധകർക്കുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.